ഓണത്തെ കുറിച്ച് എന്താ അഭിപ്രായം? ഓണം എന്ന് പറഞ്ഞ ഒരു ഹിന്ദുക്കളുടെ മാത്രം ആഘോഷമാണോ? അല്ല, എല്ലാവർക്കും ആഘോഷിക്കാം. അല്ല, ഇത് ഹിന്ദുക്കൾ മാത്രം ആഘോഷം, നമ്മളിത് ആഘോഷിക്കരുതെന്ന് പറയുന്ന ഒരു കൂട്ടരോട് എന്താ പറയാനുള്ളത്? മാറിയിരിക്കാൻ പറയും. ഇഷ്ടമുള്ള പോലെ ആഘോഷിക്കാം. നമ്മുടെ ഇഷ്ടമല്ലേ നമ്മ എന്താണോന്ന്. അല്ല, നിങ്ങളിത് ആഘോഷിക്കല്ലേ എന്ന് ഒരു കൂട്ടർ പറയണ്ട്. അങ്ങനെയല്ല, എനിക്ക് അങ്ങനെയൊക്കെ പറയാനറിയില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. വേണ്ടവർ ആഘോഷിച്ചോട്ടെ, വേണ്ടാത്തവർ ആഘോഷിക്കണ്ട. മലയാളിയുടെ ആഘോഷമാണ്. അതെ, എല്ലാ മലയാളികളും ആഘോഷിക്കണം എന്ന് നിർബന്ധമില്ല. ആഘോഷിക്കുന്നവർ ആഘോഷിക്കരുത് എന്നല്ലേ? അതെ, അല്ലേ? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കൂലേ. എന്താ ഓണത്തിന് അനുഭവങ്ങളൊക്കെ? കഴിഞ്ഞ ഓണത്തേക്ക് അമ്പലത്തിൽ പോകും, സദ്യ കഴിക്കും, വൈകിട്ട് പരിപാടി, അങ്ങനെ പോകും. എല്ലാ വർഷവും ഒക്കെ തന്നെ. ഇപ്പൊ ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ആഘോഷിക്കല്ലേ? ആഘോഷിക്കുന്നില്ല? ആഘോഷിക്കുന്നുണ്ട്. അതല്ലേ നമ്മൾ അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോകാറുണ്ട്. അതെ. ചേട്ടാ, ഈ ഓണത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഓണം ഈ വർഷം ആരുടെ ആഘോഷമാണ്? ഓണം മലയാളിയുടെ ആഘോഷം. നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കണം. ഇത് ആഘോഷിക്കാൻ പാടില്ല, ഇത് ഞങ്ങളുടെ ആഘോഷമല്ല എന്ന് പറയുന്ന അവരോട് എന്താ പറയാനുള്ളത്? അതിപ്പോൾ അവർക്ക് മൊത്തത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവരെ ആഘോഷിക്കണ്ടെന്ന് പറയും. മനസ്സിലാക്കാത്തതുകൊണ്ടാണല്ലോ. ഓണം എന്ന് പറയുന്നത് ഒരു വിശ്വാസപ്രകാരമുള്ള ആഘോഷമല്ല, പുതിയ സാംസ്കാരിക ആഘോഷമാണെന്നുള്ള ബോധ്യമില്ലായ്മയാണോ? പുതിയ തലമുറയ്ക്കുള്ള അവർക്ക് അറിയില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ആഘോഷിക്കുക. പുതിയ തലമുറ ആഘോഷിക്കുമ്പോൾ അവർക്ക് ഒരു കുഴപ്പമേ അല്ല. പഴയ തലമുറയാണ്, അവരിൽപ്പെട്ട ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. പഴയ തലമുറ കിടിലനാണ്. 2K kids ഒക്കെ അടിപൊളിയാണ്. ആണോ? അവരൊന്നും നോക്കുന്ന പോലും ഇപ്പൊ പിന്നെ ഒരു 40 മുതൽ 60 വരെ ഉള്ളവരാണ് ആഘോഷിക്കാത്ത. അങ്ങനല്ല, ഇത് ഈ അടുക്കൊരു ഇപ്പൊ ഒരു വോയിസ് ക്ലിപ്പ് ലീക്ക് ആയത് കേട്ടിരുന്നോ? ഇല്ല, കേട്ടില്ല. ഒരു ടീച്ചർ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്നു, അതൊരു ഒരു മതത്തിന്റെ ഒരു സ്കൂളാണ്, ഞാൻ മതത്തിന്റെ പേരൊന്നും പറയുന്നില്ല. അപ്പൊ അതിൽ ആ വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്, ഇത് ഹിന്ദുക്കളുടെ ആഘോഷമാണ്, ഞങ്ങളുടെ ആഘോഷിക്കുന്ന കാര്യമില്ല എന്നൊക്കെ രീതി. ഇതിനകത്ത് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മതത്തിന്റെ ആഘോഷമല്ല, എല്ലാവരുടെയും ആഘോഷമാണ്. കേരളത്തിലുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും ആഘോഷമാണ്. അത് അടിപൊളിയായിട്ട് ആഘോഷിക്കേണ്ട മലയാളികളുടെ ആവശ്യമാണ്. ചേട്ടൻ 70s കിഡാണ് 80s കിഡാണ്? ഞാനിപ്പോൾ ഒരു 60 kids ആണ്. പഴയ ഓർമ്മകളൊക്കെ എങ്ങനെയാണ് ഓണത്തിന്റെ? പഴയ ഓർമ്മകളൊക്കെ അടിപൊളിയല്ലേ? ഞങ്ങളുടെ കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവൊക്കെ പറിക്കാൻ പോകും. അന്ന് കാടുണ്ട്, ഇപ്പോൾ കാടില്ല, എല്ലാം പ്ലാസ്റ്റിക് പൂവൊക്കെ ആയ കാലമായി. പ്ലാസ്റ്റിക്കാണ്. ഇപ്പോൾ കുറച്ച് മാറി വരുന്നുണ്ട്. ഈ തവണ ഓണത്തിനെല്ലാം നല്ല പൂക്കൾ വരുന്നുണ്ട്. ജമന്തി, ചെണ്ടുമല്ലി, എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. പക്ഷേ പഴയ കാലങ്ങളിൽ അങ്ങനെയൊന്നുമല്ല, നാച്ചുറലായിട്ട് ഓണമായിരുന്നു. നല്ല തൂശനിലേക്ക് വെട്ടിയിട്ട് ഉള്ള ഓണം. അത് വളർത്തുമൃഗങ്ങൾക്ക് ഓണം കൊടുക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. തീർച്ചയായും ചേട്ടൻ ഓണൊക്കെ ഇപ്പോഴത്തെ അടിപൊളിയാവട്ടെ. ഓക്കെ, താങ്ക് യു. ഓണം എന്ന് പറയുന്നത് ആരുടെ ആഘോഷമാണ്? ഓണം എന്ന് പറഞ്ഞാൽ ആരുടെ ആവശ്യമാണ്? ആരുടെ ആഘോഷമാണ്? ആഘോഷമാണോ? മലയാളികളുടെ, പ്രത്യേകിച്ച് മലയാളികളുടെയാണ്. ഈ ഹിന്ദുക്കളുടെ ആഘോഷമാണെന്ന് പറയേണ്ടത് എന്താ? അങ്ങനെ ഒരു സാധനം ഇല്ല. ഈ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ നമ്മളുണ്ടാക്കുന്നത് തന്നെയാണല്ലോ. അതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. മലയാളികളെല്ലാം ഒന്നാണല്ലോ. ഇത് ഈ ആഘോഷം ആഘോഷിക്കരുതെന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? അതിവിടെ പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. തനിക്ക് തന്റെ അഭിപ്രായം ഉണ്ടോ ഓണത്തെ കുറിച്ച്? അല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കുന്നതാണല്ലോ ഓണം. അതൊരു ഒത്തൊരുമയുടെ ഒരു ഇതാണ്. ഒരു അനുഭവം പറയാമോ ഓണാഘോഷത്തെ കുറിച്ച്? കഴിഞ്ഞ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ ഓണം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇല്ലായിരുന്നോ? അല്ലല്ല, ഞാൻ ടൂർ പോയേക്കായിരുന്നു. ഓണം ആഘോഷിക്കാൻ പറ്റുന്ന വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം അടിച്ചു വിളിക്കും. ഓക്കെ, ഹാപ്പി ഓണം. ഈ ഓണം ആരുടെ ആഘോഷമാണ്? ഞങ്ങള് ഒരുമിച്ച് കൂട്ടായ്മയുടെ മാവേലിയൊക്കെ വരുന്നതാണ് ഇത്. പിന്നെ ഞങ്ങൾ മെയിൻലി സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടാകാൻ, അപ്പം അതിന് വന്ന സ്കൂളിൽ പ്രോഗ്രാം ഓണം സെലിബ്രേഷൻ. ഞാൻ 11th പഠിക്കണം. അപ്പോൾ 11th. അത് നല്ലായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ ഡാൻസ് ഒന്നും ആയിരുന്നില്ല. ഇത് എൻ്റെ കോസ്റ്റ്യൂം ഞാൻ ഇട്ട്. സദ്യ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓണത്തെ കുറിച്ച് നല്ല രസമാണ്. ഓണപ്പൂക്കളൊക്കെ ഇട്ട് അങ്ങനെ സ്കൂളിൽ പരിപാടിയൊക്കെ ആയിട്ട്. ഈ ഓണം ആരുടെ ആഘോഷമാണ്?
ഓണം മാവേലി മാവേലിയുടെ ആഘോഷം, അല്ലേ മാവേലിന്റെ വരവിന് കേരള നാടിന്റെ ആഘോഷം, മലയാളിയുടെ ആഘോഷം, മലയാളികൾ. അതായത് സാംസ്കാരിക ആഘോഷമാണല്ലോ. ഒരു അതെ. മതത്തിന്റെ വിശ്വാസപ്രകാരമുള്ള ആഘോഷമല്ലല്ലോ. അല്ലല്ല. അപ്പൊ അങ്ങനെ ഇത് ഹിന്ദുക്കളുടെ ആഘോഷമാണ്, ഞങ്ങളിത് ആഘോഷിക്കരുതെന്ന് പറയുന്ന ആൾക്കാർക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ ഭയങ്കര വൃത്തിയായിട്ട മൈൻഡ് സെറ്റ് ആണത്. അത് എല്ലാവരുടെ തന്നെ ഒരു പ്രശ്നമാണ്. അത് തന്നെ എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് തന്നെ വരും. ബിക്കോസ് അങ്ങനെയൊക്കെ പറയുന്നത് ഒരു അങ്ങനത്തെ ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ മറ്റേ ഈ കോൺട്രവേഴ്സീസ് കുറേ ഇല്ലേ ഇങ്ങനെ മറ്റേ ഈ എന്താ പറയുക, മതം എന്ന് പറയുന്നത് തന്നെ വെറുതെ പേട്രിയാർക്കിയുടെ ഒരു സംഭവമാണെന്നൊക്കെ പറയുന്ന അതിനൊക്കെ ഇവർ വെറുതെ കൊടുക്കുന്നെന്നേ ഉണ്ടാവുള്ളൂ. ലൈക്ക് ദേ ആർ ജസ്റ്റ് ഫീഡിങ് ഇൻ ടു ദാറ്റ് കോൺസെപ്റ്റ്. അതെ. ഈ ഓണം എന്ന് പറയുന്നത് ആരുടെ ആഘോഷമാണ്? ഓണം എന്ന് പറയുന്നത് ആരുടെ ആഘോഷമാണ്? ആവശ്യമാണ്. ആഘോഷമാണ്. ആരുടെ ആഘോഷം? മലയാളികളുടെ ആഘോഷമാണ്. അല്ലാതെ ഇത് ഹിന്ദു മതത്തിന്റെ ആഘോഷമാണെന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. മലയാളികളുടെ മറുപടി പറയാനുള്ളത് കുറച്ചുകൂടെ റിസർച്ച് ചെയ്ത് കുറച്ചുകൂടെ ഓണത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് സംസാരിക്കുക. കാരണം അത് മലയാളികളുടെ ഓൾട്ടുകറായിട്ടുള്ളൊരു ഒരു ബോധ്യമില്ലായ്മല്ലേ സാംസ്കാരിക ആഘോഷത്തെക്കുറിച്ചും വിശ്വാസത്തിന്റെ ആഘോഷത്തെക്കുറിച്ചുള്ള ഒരു വേർതിരിവുണ്ടല്ലോ ഇവിടെ. ഓണം എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരിക ആഘോഷത്തിന്റെ ഭാഗമാണ്. മലയാളികളുടെ നമ്മൾ പണ്ട് മുതലേ ആചരിച്ചു വരുന്ന ഒരു ആഘോഷമായിട്ട് കാണാൻ പറ്റാത്തവരുണ്ട്. അതൊരു പ്രത്യേക മതസമുദായമാണ്. പേര് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അവർ പറയുന്നത്. അപ്പോൾ ഇത് അവരുടെ മാത്രം അഭിപ്രായമാണ്, പൊതുവിൽ ആ സമുദായത്തിന് ഒരു അഭിപ്രായം ഇല്ലതാണ്. അപ്പോൾ ഓണം എല്ലാവരുടെ ആഘോഷമായി കാണണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മറുപടി പറയാൻ സാധിക്കുക എല്ലാവരുടെയും എക്സാക്ട്ലി അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം നമ്മളിപ്പം ഓരോ റിലീജിയനായിട്ട് നിനക്കാണ് ഓണം അല്ലെങ്കിൽ എനിക്കാണ് ക്രിസ്മസ് അങ്ങനത്തെ സംഭവം നമുക്കില്ല. ക്രിസ്മസ് ആണെങ്കിൽ പോലും ഇവിടുത്തെ അത് ക്രിസ്ത്യൻസ് ആണ് കൂടുതൽ ആഘോഷിക്കുന്നത്. എല്ലാവരും ഓൾട്ടുകറായിട്ടാണ് അത് നോർമലി ആഘോഷിക്കുക. അതുപോലെ ഓണം എന്ന് പറയുന്നത് നമുക്ക് പോലെ സാരി ഇടുക, അത് ഓണസദ്യ കഴിക്കുക, പായസം കുടിക്കുക, അതൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത്. എല്ലാവരും കൂട്ടായ്മയായിട്ട് യൂണിറ്റി ആയിട്ട് അത് ആഘോഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അതിൽ ഡിസ്ക്രിമിനേഷൻ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊരു ആഘോഷമായിട്ട് കാണുക, ഹാപ്പി ആയിട്ടിരിക്കുക. എന്താ ഓണത്തെക്കുറിച്ച് അഭിപ്രായം? കേരളത്തിലെ ഏറ്റവും കേരളത്തിലെ ദേശീയ മഹോത്സവമാണ് ഓണം. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഓണം ആരുടെ ആഘോഷമാണ്? മാവേലിയുടെ നമ്മുടെ ജനങ്ങൾക്കിടെ മുഴുവനും കേരളീയരുടെ മുഴുവനും ആഘോഷമാണ് നമ്മളെ ഓണമായിട്ട് ആഘോഷിക്കുന്നത്. പിന്നെ അതിൽ നല്ല പരിപാടികളും ഓഫീസുകളാണെങ്കിലും വീടുകളാണെങ്കിലും പൂക്കളം കൊണ്ട് അലങ്കരിച്ച് നല്ലൊരു ഓണമായിട്ടാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. അത് വർഷം ആഘോഷമാണ്. എല്ലാവരും വർഷം ആഘോഷിക്കുന്നതാണ്. തീർച്ചയായും.